താഴ്ത്തി കൊടുക്കാം. സ്തോത്രം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് പ്രൈസ് ലോർഡ് ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത് വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 1-ാമത് വേദഭാഗം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും 6 ദിവസം കഴിഞ്ഞതിനു ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിൽ നാം വായിച്ചു കേൾക്കപ്പെട്ടത്. ഒന്നുകൂടെ ആ ഭാഗം വായിച്ചാട്ടെ. 6 ദിവസം കഴിഞ്ഞതിനു ശേഷം 6 ദിവസം കഴിഞ്ഞതിനു ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഈ മത്തായി സുവിശേഷം 17-ാം അധ്യായം മലകളുടെ ഒരു അധ്യായമാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അതിൽ നിരവധി മലകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു മല കയറ്റത്തെ കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം പ്രോമിസ് ലാൻഡ് ഹൗസ് ഓഫ് വർഷിപ്പിലേക്ക് വന്നിരിക്കുന്ന നിങ്ങൾക്കേവർക്കും വീണ്ടും വന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടു കൂടെ ഇന്ന് രാത്രി നമുക്കായിരിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഈ വിശുദ്ധ സഭാ ആരാധനയിൽ അംഗങ്ങളായിരിക്കുന്ന നിങ്ങൾക്ക്, അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലൂടെയും സ്തോത്രം വിവിധ ആൾക്കാരൊക്കെയും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേർ ഹല്ലേലൂയ വളരെ പ്രാർത്ഥന റിക്വസ്റ്റുമായി നിൽക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാവരും ഞങ്ങൾ ഓർക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ നിലനിൽപ്പ്. അവൻ കുറ്റിച്ചൽ പ്രദേശത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കാൻ സ്വർഗം ഇടയാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മെ മാനിക്കട്ടെ. നാം വായിച്ച വേദഭാഗം മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 1-ാമത് വേദഭാഗമാണ് ഞാനും നിങ്ങളും ഹല്ലേലൂയ വായിക്കുകയും കേൾക്കുകയും ചെയ്തത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു മല കയറ്റത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും ശ്രദ്ധിക്കണമേ, യേശു പത്രോസിനെയും എടുത്തുചാട്ടക്കാരനായിരിക്കുന്ന പത്രോസ്, ധൈര്യശാലിയായിരിക്കുന്ന പത്രോസ്, അടുത്ത് യാക്കോബിനെയും 1 ഇഞ്ച് പുറകിലേക്ക് പോകാതെ നിൽക്കുന്ന ഒരു യാക്കോബ്, അടുത്ത് അവന്റെ സഹോദരനായിരിക്കുന്ന യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. സ്തോത്രം. ദീർഘ ദൂരം സഞ്ചരിച്ച് തളർന്ന് അവശരായി ഒരു സൈഡിൽ ഒതുങ്ങി ഇരിക്കുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശ്രദ്ധിക്കണേ, യേശുവോടുകൂടെ ദീർഘദൂരം അവർ യാത്ര തിരിച്ചു, തളർന്ന് അവശരായി. സ്തോത്രം. അവിടെ ഇരിക്കാൻ പറ്റില്ല, അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തളർന്ന അവശനായിരിക്കുന്ന പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും യേശു വിളിച്ചു. സ്തോത്രം. ആ ഗുരുവിന്റെ വിളി
ഗുരു പറഞ്ഞത് ഇങ്ങനെയാണ്, നമുക്ക് ആ പർവ്വതത്തിലേക്കൊന്ന് സ്തോത്രം. ഹല്ലേലൂയ. പർവ്വതത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം യേശു വിളിക്കുമ്പോൾ അവരുടെ ശരീരം ബലഹീനമായിരിക്കുന്നു, കാലുകൾ ബലഹീനമായിരിക്കുന്നു, മനസ്സ് തളർന്നിരിക്കുന്നു. വേണമെങ്കിൽ അവർക്ക് പോകാതിരിക്കാം. പക്ഷെ വിളിച്ചത് ആരെന്നറിയാമോ? സർവശക്തനായ ദൈവം. ദൈവം ഒരുവനെ വിളിച്ചാൽ അതിന്റെ പിമ്പിൽ ദൈവത്തിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. മനുഷ്യൻ ഒരുവനെ വിളിച്ചാൽ ആ വിളിയുടെ പിറകിൽ ഒരു ദുരുദ്ദേശമുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വിളികൾ എന്ന് പറയുന്നത് അത് സത് ഉപദേശത്തിന് വേണ്ടിയാണ്. സത് ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുന്നത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വഴിയിൽ വിട്ടേച്ചു പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ആ ദൈവത്തെ ആരാധിക്കുവാനാണ് ഞാൻ നിങ്ങളോട് കടന്നിരിക്കുന്നത്. 2024 ആരംഭം കണ്ട എന്നെയും നിങ്ങളെയും അതിന്റെ അവസാനം കാണുവാൻ സ്വർഗം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ആമേൻ, ഹല്ലേലൂയ. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും സർവശക്തനായ ദൈവം കൂട്ടിക്കൊണ്ട് മല കയറി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തളർന്നിരിക്കുന്ന, അവശനായിരിക്കുന്ന, ദീർഘ ദൂരം സഞ്ചരിച്ച് ഒരുപക്ഷെ ഹല്ലേലൂയ കുടിക്കാൻ ഒന്നുമില്ലാത്ത അനുഭവമായിരിക്കാം, വിശപ്പുള്ള വ്യക്തിയായിരിക്കാം, ശാരീരികമായ ക്ഷീണം കൊണ്ട് പ്രയാസമുണ്ട്. പക്ഷേ യേശു വിളിച്ചപ്പോൾ യേശുവോട് കൂടെ പോകുവാൻ അവർ ഉത്സാഹമുള്ളവരായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ, ഏതൊക്കെ രോഗങ്ങൾ, ഏതൊക്കെ പ്രശ്നങ്ങൾ, ഏതൊക്കെ തളർച്ചകൾ, ഏതൊക്കെ മുറിവേറ്റ അനുഭവത്തോടുകൂടെ ആയിരുന്നാലും എന്റെ യേശുവിന്റെ വിളി അവരുടെ ജീവിതത്തിൽ ഉത്സാഹം കൊണ്ടുവരുമെന്ന് യേശുവിന്റെ നാമത്തിൽ അലസന്മാരെ, ഹല്ലേലൂയ, ഉത്സാഹം നഷ്ടപ്പെട്ടവരെ ഉത്സാഹത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം, സർവശക്തനായ ദൈവം, അവർ ഓരോരുത്തർ വിളിക്കുവാൻ യാത്രയുണ്ട്. സ്തോത്രം. എവിടെ പോകാമെന്നറിയാമോ വിളിച്ചത്? ഉന്നതമായ ഒരു മലയിലേക്ക്, ഏറ്റവും ഉയർന്ന ഒരു മലയിലേക്ക്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മല കയറുവാനാണ്, ആമേൻ, ഹല്ലേലൂയ, യേശു ശിഷ്യന്മാരെ വിളിച്ചത്. എല്ലാവരെയും വിളിച്ചില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചില്ല. തന്റെ വാക്ക് കേൾക്കാൻ, താൻ എന്ത് പറഞ്ഞാലും മറുത്തൊരു കാര്യം പറയാതിരിക്കുന്ന ശിഷ്യന്മാരെയാണ് യേശുവിന് ഇഷ്ടം. സ്തോത്രം. യേശുവിനെ ഇഷ്ടമുള്ള, ഹല്ലേലൂയ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, വലിയൊരു സമൂഹം, ഒരു ഭൂരിപക്ഷം താഴ്വരയിൽ ഇരിക്കുമ്പോൾ മല കയറുവാൻ, പ്രൈസ് ദി ലോർഡ്, 3 പേർ തയ്യാറായി. ഇന്ന് രാത്രിയിൽ ഈ 2024 അവസാന വേളയിൽ എത്തിയിരിക്കുന്നത് ബദലേ എത്രയോ പേർ 2024 താഴ്വരയിൽ തന്നെ നങ്കുരമടിച്ചിരിക്കുമ്പോൾ, വീട്ടിനകത്ത് ഒതുക്കപ്പെട്ടിരിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, പട്ടണത്തിനകത്ത് ഒതുക്കപ്പെട്ടിരിക്കുമ്പോൾ, ആലയത്തിനകത്ത് ഒതുക്കപ്പെട്ടിരിക്കുമ്പോൾ, സ്തോത്രം, അതിൽ 3 പേർ അവർ ചലിക്കുവാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. സകലം നിർജീവമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അതുവിധം പറഞ്ഞ് താഴ്വരയിൽ കെട്ടുകഥകൾ പറഞ്ഞ്, മുത്തശ്ശിക്കഥകൾ പറഞ്ഞ്, അവരുടെയും ഇവരുടെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, വിളിച്ച ആ ദൈവത്തിന്റെ വിളി കേട്ടപ്പോൾ തന്നെ പത്രോസും യാക്കോബും യോഹന്നാനും, ഹല്ലേലൂയ, പുറപ്പെടുവാൻ തയ്യാറായി. ഈ 2024 അവസാന വേളകളിൽ പുറപ്പെടുവാൻ ദൈവങ്ങളെ വിളിക്കുക. ആര് ദൈവത്തിന്റെ വിളി കേൾക്കുന്നുവോ അവരെയാണ് ദൈവത്തിന് ആവശ്യമെന്ന്. ദൈവത്തിന്റെ വിളികളെ പലപ്പോഴും, അല്ലെങ്കിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ, ദൈവത്തിന്റെ വിളികളെ ഞാനും നിങ്ങളും പലപ്പോഴും ഗമനിക്കാത്തവരാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ വിളി കേട്ടപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അവർ തീരുമാനമെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഞാനും നിങ്ങളുമായിരുന്നു നമ്മയാണ് യേശു വിളിച്ചെങ്കിൽ, സ്തോത്രം, നമ്മൾ അതും ഇതൊക്കെ പറഞ്ഞ് വല്ല വിധേനയും, സ്തോത്രം, ആ മല കയറാതെ ഒന്ന് മാറിപ്പോയേനെ.
ഹല്ലേലൂയ. ശാരീരികമായ ചില പ്രശ്നങ്ങൾ, ഈ മല കയറുവാൻ എനിക്ക് പറ്റാത്ത അവസ്ഥകളാണ്. ഹല്ലേലൂയ. ഈ മല കയറിയാൽ എന്റെ നടുവൊടിയും, എന്റെ കാല് കല്ലിൽ തട്ടും, എന്റെ മസിൽ പിടിക്കും. ഹല്ലേലൂയ. ഞാൻ തളർന്നു പോകും, ക്ഷീണിച്ചു പോകും, എനിക്ക് കയറാൻ പറ്റുകയില്ല. ഒഴിവ് കഴിവുകളൊക്കെയും പറഞ്ഞേനെ. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ യേശുവിന്റെ ശിഷ്യന്മാർക്കറിയാം, വിളിച്ചത് ആരെന്നറിയാമോ? യേശുവാണ്. മനുഷ്യന്റെ വിളി കേട്ട് ഇറങ്ങിയാൽ പ്രശ്നമുണ്ടാകും. പക്ഷെ ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിയാൽ അവന് ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും കരുതുവാൻ പ്രാപ്തനായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ വിളി കേട്ടാണ് പത്രോസും യാക്കോബും യോഹന്നാനും ഇറങ്ങി പുറപ്പെട്ടത്. ഹല്ലേലൂയ. പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഹല്ലേലൂയ അവൻ ദൈവത്തിനു വേണ്ടി അവൻ ദൈവത്തെ ആരാധിക്കുവാനും സുവിശേഷം അറിയിക്കുവാനും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങളെ പ്രാപ്തനാക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. വിളിച്ച ദൈവം വിശ്വസ്തര. ആ ദൈവം നമ്മെ വഴിയിൽ വിട്ടേച്ചു പോകത്തില്ല. ദൈവത്തിന്റെ വിളിക്കനുസരിച്ച് ഒരുവൻ യാത്ര പുറപ്പെട്ടാൽ അവന്റെ യാത്രകളൊക്കെ ലക്ഷ്യതയിലെത്തുമെന്ന് എത്രയോ പേർ ബുദ്ധിയിൽ ഹല്ലേലൂയ നടന്നവർ, ബുദ്ധി കൊണ്ട് ഹല്ലേലൂയ അളന്നവർ, ബുദ്ധി കൊണ്ട് ബിസിനസ് ആരംഭിച്ചവർ, ബുദ്ധി കൊണ്ട് വീട് പണിതവർ, ബുദ്ധി കൊണ്ട് കുടുംബം പണിതവർ, ഹല്ലേലൂയ പലരും ഭൂമിയിൽ മാറ്റപ്പെട്ടു പോയപ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനവും കൊടുത്ത് മുൻപോട്ട് പോയ ഞാനും നിങ്ങളും സ്തോത്രം ദൈവത്തോളം നമ്മെ അനുഗ്രഹിച്ചു. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം വിളിച്ചാൽ ആ ദൈവത്തിന്റെ വിളിയെ കേട്ട് അൻസറയോടുകൂടെ ഇറങ്ങി പുറപ്പെടുവാൻ ആര് തയ്യാറാകുന്നുവോ അവരെയാണ് സർവശക്തനായ ദൈവത്തിന് ആവശ്യം. ശിഷ്യന്മാർക്ക് ഒരു ഭയവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപാട് ഭയക്കേണ്ട വിഷയമാണ്. കാരണം മലകയറ്റം സാധാരണ ഒരു കയറ്റമല്ല മലകയറ്റം. പക്ഷെ അവർ എന്ത് ചെയ്യില്ല, ഭയന്നില്ല. അവർക്ക് ഒരു ഭയവുമില്ല, ഒരു ആശങ്കയുമില്ല. കാരണം വിളിച്ചത് ആരെന്നറിയാമോ? സർവശക്തനായ ദൈവം. ഇന്ന് രാത്രിയിൽ ഈ ആണ്ടിന്റെ അവസാന സമയത്ത് ദൈവം നിങ്ങളെ ഓരോരുത്തരും പേര് ചൊല്ലി വിളിക്കുക. യാക്കോബേ, പത്രോസേ, യോഹന്നാനെ, നീ എന്നോടൊപ്പം വാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ക്ഷണം ലഭിച്ചിട്ടും ദൈവം വിളിച്ചിട്ടും ഹല്ലേലൂയ ദൈവത്തിന്റെ വഴിയിലൂടെ പോകുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെട്ട് ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് നിങ്ങളുടെ ദൈവത്തിന്റെ ശബ്ദം വരികയാണ്. താഴ്വര ഇരിക്കുന്നവൻ മല കയറാൻ പറ്റുന്നില്ല. താഴ്വരയിലെ കാറ്റുകളൊക്കെ കൊണ്ട് താഴ്വരയിലെ സ്തോത്രം തണുപ്പൊക്കെ ഏറ്റ് അവരവിടെ ഇരുന്ന് ഉറഞ്ഞു പോയെന്നാണ്. സ്തോത്രം. എന്നാൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും സർവശക്തനായ ദൈവം വിളിച്ചു. യേശു അവൻ അനുഗമിപ്പാൻ സ്തോത്രം ഹല്ലേലൂയ അവരോട് പറയുമ്പോൾ ആ വിളി കേട്ടുകൊണ്ട് യേശുവിനോട് കൂടെ യാത്ര തിരിക്കുവാൻ അവർക്ക് ഭയങ്കര സ്തോത്രം ഉത്സാഹമാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പുതിയൊരു അനുഭവമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുവിനോട് കൂടെയുള്ള യാത്രകളൊക്കെയും അനിഷ്ടമല്ല, അതൊരു പുതിയൊരു അനുഭവമാണ്. സ്തോത്രം. ആ അനുഭവം, ആ നന്മകൾ, ആ ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർക്ക് മാത്രമേ അത് അറിയുവാൻ കഴിയുള്ളൂ. എത്ര പേർക്ക് അത് പ്രാപിച്ചിട്ടുണ്ട്? എത്ര പേർ പ്രാപിച്ചിട്ടുണ്ട്? ഇത് പോരെ കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നന്മകൾ സ്തോത്രം പ്രാപിക്കുവാൻ സ്വർഗം ഇടയാക്കുമാറാകട്ടെ. താഴ്വരയിൽ നിരവധി പേർ ഉണ്ട്. സ്തോത്രം. പക്ഷെ ഇവർക്ക് ആർക്കും അവൻ ലഭിക്കാത്ത ഒരു ഭാഗ്യ പദവി യാക്കോബിനും പത്രോസിനും യോഹന്നാനും ലഭിച്ചു. സ്തോത്രം. യേശുവിനോട് കൂടെ ഉയർന്ന മല കയറുവാൻ മറ്റാർക്കും ലഭിക്കാത്ത ഭാഗ്യ പദവി പത്രോസ്, യാക്കോബ്, യോഹന്നാന് ലഭിച്ചു. സ്തോത്രം. യേശുവിന്റെ കൂടെ ഹല്ലേലൂയ ചെന്നതുകൊണ്ട് അവർക്ക് സ്തോത്രം ചില അത്ഭുത കാഴ്ചകൾ കാണുവാൻ ഇടയാത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. എന്തെന്നറിയാമോ? സ്തോത്രം. ദൈവത്തോടു കൂടെ ഞാനും നിങ്ങൾ മുൻപോട്ട് പോയാൽ ചില അത്ഭുതങ്ങളും ചില അടയാളങ്ങളും ചില വീര്യപ്രവൃത്തികളും നമുക്ക് കാണുവാനും
അനുഭവിക്കുവാനും കഴിയും. യേശുവിനോടുള്ള യാത്രയിലാണ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നാൽ ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കും. ഇന്ന് രാത്രിയുള്ള മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അനുഭവമാകേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവ് നമ്മെ മാനിക്കട്ടെ. മറ്റു പലർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യം അവരെ തേടിയെത്തി. സ്തോത്രം. ഹല്ലേലൂയ. മറ്റാരും കാണാത്ത ഒന്ന്, മറ്റാരും കേൾക്കാത്ത ഒന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാത്തുന്നു. അതുകൊണ്ട് അതൊരു ദിവ്യ കാഴ്ചയായി, ഒരു അത്ഭുത കാഴ്ചയായി മാറി. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 12:2 വായിച്ചോട്ടെ. 12:2. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ട് അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവരോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. സ്തോത്രം. നിങ്ങളുടെ യേശുവിനോടുള്ള യാത്ര ചില അത്ഭുതങ്ങളും ചില അടയാളങ്ങളും ചില വീരപ്രവൃത്തികളും ചില ദിവ്യ കാഴ്ചകളും കാണുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുവാൻ എന്നെയും നിങ്ങളെയും ദൈവം പ്രാപ്തരാക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനോടുകൂടെയാണ് ഞാനും നിങ്ങളും യാത്ര തിരിക്കുകയാണ് എങ്കിൽ യേശുവുള്ള ഭവനം, യേശുവുള്ള സഭ, യേശുവുള്ള പട്ടണം, ചില അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദിവ്യമായ ചില കാഴ്ചകൾ, അത്ഭുത കാഴ്ചകൾ കാണുവാൻ എന്നെ നിങ്ങളെ പ്രാപ്തരാക്കുവാൻ ഇടയാത്തീരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശ്രദ്ധിക്കണമേ, മല കയറേണ്ടതിന് യേശു യാക്കോബിനെയും പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചു. അവരിങ്ങനെ മല കയറി മുൻപോട്ട് പോകുമ്പോൾ, സ്തോത്രം, ഉയർന്ന മലയിൽ അവർ മല കയറുകയാണ്. സ്തോത്രം. മല കയറുമ്പോൾ വല്ലാത്ത ക്ഷീണമുണ്ടാകും, വല്ലാത്ത വേദന ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ശരീരമാസകലം ക്ഷീണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ മുഖങ്ങളെല്ലാം വാടും, ശരമാസകലം വേർക്കും, അവർ കിതയ്ക്കും, തളരും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവർ ഹല്ലേലൂയ സ്തോത്രം വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും. എന്നാൽ ഈ മല കയറിയ ശിഷ്യന്മാർക്ക് തളർച്ചയോ, പ്രൈസ് ദി ലോർഡ്, ക്ഷീണമോ, വിയർപ്പുകളോ, കാല് കല്ലിൽ തട്ടിപ്പോവുകയോ, ചതവോ ഒടിവോ മുറിവോ ഒന്നും പറ്റിയില്ല. പകരമായി അവർ ദിവ്യമായ ഒരു കാഴ്ച കണ്ടു. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ കാണാത്ത ഒരു കാഴ്ച, ഇതുവരെ കാണാത്ത ഒരു കാഴ്ച. യേശുവിനെ ഒരു മനുഷ്യനായി മാത്രം കണ്ടിരുന്നവർ ദൈവത്തിന്റെ ഒരു അത്ഭുത കാഴ്ച അവർ കാണുവാനിടയാത്തുന്നു. അവർ പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഒരു അത്ഭുത കാഴ്ച കാണുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. മറ്റു പലർക്കും ലഭിക്കാത്ത ഹല്ലേലൂയ അത്ഭുതകരമായ ഒരു കാഴ്ച അവർ കാണുവാനിടയാത്തുന്നു. എന്തെന്നറിയാമോ? ഹല്ലേലൂയ. യേശു അവിടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം ഹല്ലേലൂയ വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. പലർക്കും യേശുവിനെ കുറിച്ച് സംശയമുണ്ടായിരുന്നു. സംശയമുള്ളവരായിരുന്നു ഓരോ ശിഷ്യന്മാർക്കും. യേശു ആരാണ്? സമൂഹത്തിനും ദേശത്തിനും എല്ലാവർക്കും സംശയമുണ്ട്. പക്ഷേ പത്രോസിനും യാക്കോബിനും യോഹന്നാനും അവിടെ സംശയങ്ങളെ ദൈവം മാറ്റിക്കൊടുത്തു ഒരു അത്ഭുത കാഴ്ചയിലൂടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്തോത്രം, അവൻ എന്നുടെയും നിങ്ങളുടെയും ഏത് സംശയത്തെയും
ദൈവം മാറ്റുവാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. അവർ കണ്ട കാഴ്ച എന്നറിയാമോ? യേശു അവിടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. വെണ്ണയും ചുവപ്പുമുള്ള പ്രകാശമുള്ള ആ ദൈവത്തിന്റെ തേജസ്സിനെ കണ്ട് അവർ ഒരു അത്ഭുത കാഴ്ച കണ്ടു. ഇന്ന് രാത്രി ഈ 2024 അവസാന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവത്തിന്റെ അത്ഭുതകരമായ ചില കാഴ്ചകൾ, ദൈവത്തിന്റെ ഇടപെടലുകൾ. ഹല്ലേലൂയ. 2024 ആരംഭം മുതൽ അവസാനം വരെ നിങ്ങളോടൊപ്പം യാത്ര തിരിച്ചത്, നിങ്ങളോടൊപ്പം വഴി നടന്നത്, നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന മറ്റാരുമല്ല, സർവശക്തനായ ദൈവമത്രേ. യേശുവിന്റെ നാമത്തിൽ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് ഹല്ലേലൂയ അവൻ ലേഖനം എഴുതിയപ്പോൾ അവൻ 2 പത്രോസ് ലേഖനം അവൻ 1-ാം അധ്യായം അതിന്റെ 17-18 വേദഭാഗത്ത് ഇങ്ങനെ പത്രോസ് അവൻ എഴുതി വെച്ചു. വായിച്ചാട്ടെ. 2 പത്രോസ് 1:17-18. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. ശ്രദ്ധിക്കണേ, യേശു വിളിച്ചത് ഉയർന്ന ഒരു മലയിലേക്ക് ക്ഷണിച്ചു. പക്ഷേ യേശുവിന്റെ അത്ഭുതകരമായ ദിവ്യ കാഴ്ച കണ്ട പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ആ പത്രോസ് ആ കാഴ്ച കണ്ട ആമേൻ പത്രോസ്, ഒന്നുകൂടെ പറഞ്ഞാൽ ഹല്ലേലൂയ, യേശു അവിടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിരുന്നു. ഈ അത്ഭുതകരമായ കാഴ്ച കണ്ട പത്രോസ്, സ്തോത്രം, അദ്ദേഹം അത് ലേഖനം എഴുതിയപ്പോൾ അതുപോലെ എഴുതി വെച്ചു. ഹല്ലേലൂയ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളൊരു ശബ്ദം അത് ശ്രേഷ്ഠമായ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. ആ മലയുടെ പ്രത്യേകത എന്നറിയാമോ? പത്രോസിന്റെ ഭാഷയിൽ അത് വിശുദ്ധ പർവ്വതമായി മാറി. ദൈവത്തെ മുഖാമുഖം കണ്ടവർ, ദൈവത്തെ അത്ഭുതങ്ങൾ കണ്ടവർ, ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ കണ്ടവർ, ദൈവത്തിന്റെ വസ്ത്രം ഹല്ലേലൂയ അവൻ വെള്ളയായി തീർന്നത്, ദൈവത്തിന്റെ ശരീരം ഹല്ലേലൂയ ശോഭിക്കുന്നത് ഹല്ലേലൂയ കണ്ടവർ, അത്ഭുതകരമായ കാഴ്ച കണ്ടവർ അവർ വെറുതെ ഇരുന്നില്ല. അവൻ പറഞ്ഞു ഹല്ലേലൂയ ഇതൊരു വിശുദ്ധ പർവ്വതമാണ്. വിശുദ്ധനായിരിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന ദൈവം എവിടെ വസിക്കുന്നുവോ, അത് ആലയമാകട്ടെ, വീടാകട്ടെ, ദേശമാകട്ടെ, മലയാകട്ടെ, അത് വിശുദ്ധ പർവ്വതമാണ്. സ്തോത്രം. മഹത്വത്തിന് പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഞാനും നിങ്ങളും വഴി ഒരുക്കി കൊടുത്താൽ സർവശക്തനായ ദൈവം നമ്മിൽ വസിക്കുവാനിടയായി തീരും. ആമേൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അവയെ കാലിത്തൊടുത്ത് യേശുവിൽ വസിക്കുവാൻ ഹല്ലേലൂയ അവർ ഇടം കൊടുത്തപ്പോൾ ആ കാലിത്തൊഴുത്ത് പ്രശസ്തമായി, ഫേമസ് ആയി മാറിയെന്ന്. ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയും അത്ഭുത കാഴ്ചകൾ കാണിക്കുക മാത്രമല്ല ഉയർത്തുവാൻ കഴിവുള്ള ഒരു സർവശക്തനെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ആ ദൈവത്തിന്റെ പ്രവൃത്തികൾ, ആ ദൈവത്തിന്റെ നന്മകൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവപ്രാപ്തരാക്കുമാറാകട്ടെ. സ്തോത്രം. പത്രോസ് പറയുകയാണ്, പിൽക്കാലങ്ങളിൽ ലേഖനം എഴുതുമ്പോൾ പത്രോസ് പറയുന്നു ഇതൊരു വിശുദ്ധ പർവ്വതമാണ്. ഇതറിയാമോ, എന്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒരു അത്ഭുത കാഴ്ച ഞാൻ കണ്ടു. യേശുവിന്റെ നാമത്തിൽ 2024 ആരംഭം മുതൽ അവസാനം വരെ എത്രയോ കാഴ്ചകൾ
എത്രയോ ദർശനങ്ങൾ, എത്രയോ സ്വപ്നങ്ങൾ ഞാനും നിങ്ങളും കണ്ടവതാ. ദൈവത്തെ മുഖാമുഖം കണ്ടില്ലേ? ഹല്ലേലൂയ. ചില അപകടങ്ങൾ, ചില രോഗങ്ങൾ, ചില പ്രതിസന്ധികൾ വന്നപ്പോൾ സഹായിപ്പാൻ ആരോരുമില്ലാത്ത മണ്ഡലങ്ങളിൽ ഏകനായിരുന്നപ്പോൾ, അത് പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ അത് വലഞ്ഞപ്പോഴും അലഞ്ഞു നടന്നപ്പോഴും, ഭ്രാന്തരാകേണ്ടിടത്ത്, രോഗിയാകേണ്ടിടത്ത്, അവൻ ആത്മഹത്യ ചെയ്യേണ്ടിടത്ത്, ഹല്ലേലൂയ സ്തോത്രം, അവൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തിയിലെ കണ്ട ദൈവത്തെ ഇന്ന് രാത്രി ദൈവത്തിന്റെ അവ ഇടപെടലാണ് ഞാൻ നിങ്ങളുടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് പത്രോസ് പറയുന്നത് ഇതൊരു വിശുദ്ധ പർവ്വതമാണ്. ഇന്ന് ഹല്ലേലൂയ അവൻ വിശുദ്ധനായിരിക്കുന്ന, പരിശുദ്ധനായിരിക്കുന്ന ദൈവം വസിക്കുന്നിടത്തൊക്കെ അത് വിശുദ്ധിയുണ്ട് എന്ന്, അശുദ്ധി മാറിപ്പോകുമെന്ന്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ആ മല ഉയർന്ന മലയാണ്, ചൂടുള്ള മലയാണ്, കടുംതൂക്കായ മലയാണ്, പാറകളുള്ളത്, കല്ലുകളുള്ള, മുള്ളുകളുള്ള, അവൻ യാത്ര ചെയ്യാൻ പറ്റാത്ത നിലകളിൽ ചില പ്രതിസന്ധികളെല്ലാം ഉണ്ട്. പക്ഷേ എങ്കിൽ യേശുവിനോട് കൂടെയാണോ ഞാൻ നിങ്ങൾ യാത്ര തിരിക്കുന്നത്? അവൻ എനിക്ക് നിങ്ങൾക്ക് അവൻ ഒന്ന് പറയുവാനുള്ള മറ്റൊന്നുമല്ല, അതൊരു അത്ഭുതകരമായ, അവൻ ജയകരമായ ഒരു യാത്രയായിരുന്നു. യേശുവിനോട് കൂടെയുള്ള യാത്രകൾ ഇന്ന് രാത്രി ഹല്ലേലൂയ പരാജയത്തിന്റെ കണക്കുകളല്ല, വിജയത്തിന്റെ കണക്കുകൾ പറയുവാൻ ഹല്ലേലൂയ അവൻ പിൽക്കാലങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി ഇതൊരു വിശുദ്ധ പർവ്വതമെന്ന് എഴുതുവാൻ തക്കവണ്ണം ചില അനുഭവങ്ങളുള്ള ഒരു യാത്രയാണ് യേശുവോട് കൂടെയുള്ള യാത്ര. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മല കയറുമ്പോൾ ചിലർക്കൊക്കെ മുഖത്തിന് വാട്ടമുണ്ടാകും, ക്ഷീണമുണ്ടാകും, തളർച്ചയുണ്ടാകും, ഒരു കാല് കല്ലിൽ തട്ടും, മസിൽ പിടിക്കും, എല്ലാം ചെയ്യും. പക്ഷേ യേശുവോട് കൂടെ ഉണ്ട് ഞാൻ സഞ്ചരിച്ചാൽ ക്ഷീണങ്ങളെല്ലാം മാറും. പ്രൈസ് ദി ലോർഡ്. കാരണം 33 തിരുവയസ്സുകാരനായിരിക്കുന്ന, നിത്യ യൗവനക്കാരനായിരിക്കുന്ന, ജീവന്റെ ദാതാവായിരിക്കുന്ന ദൈവത്തോടു കൂടെയാണ് അവർ സഞ്ചരിച്ചത്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, അവൻ ഞങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന്റെയും യേശുവിന്റെയും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ അവൻ യേശു അവൻ ഞങ്ങളുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീർന്നു. ഈ കാഴ്ച ഞങ്ങൾ കണ്ടവരാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവന്റെ വസ്ത്രം ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാതെ വണ്ണം വെണ്മയുള്ള വസ്ത്രധാരിയായി ആ മലയുടെ മുകളിൽ അവൻ സ്തോത്രം യേശുവിനെ കാണുവാനുള്ള ഭാഗ്യം പത്രോസിനും യാക്കോബിനും യോഹന്നാനും ലഭിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ആരെങ്കിലും യേശുവിനോട് കൂടെ യാത്ര തിരിച്ചാൽ ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച ഇന്ന് രാത്രി കാണുവാൻ പോകുക. അവൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അവന്റെ മുഖം ശോഭിക്കുവാൻ തുടങ്ങി, അവന്റെ വസ്ത്രം പ്രകാശിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ ജനത്തിൽ ഒത്തിരി പേർ പറയും ഇവൻ അച്ഛന്റെ മകനാണ്. സ്തോത്രം. യേശുവിന്റെ പിറപ്പിനെ കുറിച്ച് ഒത്തിരി പേർ സംശയമുള്ളവരായിരുന്നു. പക്ഷെ സകല സംശയങ്ങൾക്കും നിവാരണം വരുത്തുന്ന രീതിയിൽ പത്രോസിനും സംശയമുണ്ടായിരുന്നു, യാക്കോബിനും സംശയമുണ്ടായിരുന്നു, യോഹന്നാനും സംശയമുണ്ടായിരുന്നു. കാരണം മനുഷ്യരല്ലേ. സ്തോത്രം. ദൈവത്തോട് നടക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരും അവരിൽ പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ചില സംശയം ഉണ്ടാകാം. പക്ഷേ ഹല്ലേലൂയ എല്ലാവരുടെ സംശയങ്ങൾക്ക് ദൈവം ഉത്തരം നൽകിയില്ല. പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും സംശയങ്ങൾക്ക് ദൈവം ഉത്തരം നൽകി. ദൈവത്തോടു കൂടെ നടക്കുവാൻ ആര് തയ്യാറാകുന്നുവോ അവിടെ വിഷയങ്ങൾക്ക് ദൈവം, അവിടെ സംശയങ്ങളോട് ദൈവം ഇടപെടുമെന്ന് ഇന്ന് രാത്രി ഹല്ലേലൂയ എന്നുടെയും നിങ്ങളുടെയും വിഷയങ്ങൾക്ക് ഇടപെടുവാൻ തക്കവണ്ണം സർവശക്തനായിരിക്കുന്ന ദൈവം ഇവിടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിരവധി ചോദ്യങ്ങൾ, നിരവധി സംശയങ്ങൾ ഹല്ലേലൂയ അവയെ സ്തോത്ര ശിഷ്യന്മാർക്ക് എല്ലാം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അവരുടെ ചിന്തകളെയും സംശയങ്ങളെയും ഹല്ലേലൂയ മാറ്റിമറിക്കുന്ന ഒരു അത്ഭുത കാഴ്ച അവർ കാണുവാൻ ഇടയാത്തുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ ഞങ്ങൾ അവയെ സ്തോത്രം ആരുടെ കൂടെയാണ് ഞങ്ങൾ പോകുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ അവർ കണ്ടത് സാധാരണ ഒരു മനുഷ്യനെ പോലെയാണ് യേശുവിനെ കണ്ടത്. പക്ഷേ ഹല്ലേലൂയ യേശുവിന്റെ രൂപമാറ്റം, യേശുവിന്റെ വസ്ത്രത്തിന്റെ തിളക്കം, യേശുവിന്റെ ഹല്ലേലൂയ തേജസ് കണ്ട അവർക്ക് മനസ്സിലായി ഇതൊരു അസാധാരണമായിരിക്കുന്ന ഹല്ലേലൂയ ഒരുവന്റെ പുറകെയാണ് ഞാൻ നിങ്ങൾ സഞ്ചരിക്കുന്നത്. ഇന്ന് രാത്രി പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഉള്ള തിരിച്ചറിവ് അവർ ഈ കാലഘട്ടത്തിൽ പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ആ തിരിച്ചറിവിലേക്ക് സ്വർഗം ഇന്ന് മാടി വിളിക്കുക. ഈ 2024 അവസാന വേളയിൽ യേശുവോട് കൂടെ യാത്ര തിരിപ്പാൻ ആരുണ്ട്?
അല്ലയോ കുറ്റ ദേശമേ, അല്ലയോ പേനാട് ദേശമേ, ഹല്ലേലൂയ. അവൻ സർവശക്തനായ ദൈവം നിങ്ങളെ വിളിക്കുക. ദൈവത്തോടുകൂടെ സഞ്ചരിക്കുവാൻ, ദൈവത്തോടുകൂടെ മല കയറുവാൻ ആരുണ്ട്? അവരൊരു ചില അത്ഭുത കാഴ്ചകൾ കാണുവാൻ പോകുകയാ, ചില വിടുതൽ കാണുവാൻ പോകുകയാ. ഇന്നലകളിൽ താഴ്വരയിൽ അല്പം ആശ്വാസത്തിന് വേണ്ടി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഇരുന്നൊരു പത്രോസും യാക്കോബും യോഹന്നാനും. എന്നാൽ സ്തോത്രം, അവർക്ക് അവിടെ കൊണ്ട് ഇരിക്കുവാൻ ആഗ്രഹിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവോടുകൂടെ മല കയറണം. വിളിച്ചത് വിശ്വസ്തനാണ്. ആ ദൈവത്തിന്റെ പുറകെ സഞ്ചരിക്കുവാൻ അവർക്ക് ഉത്സാഹമുണ്ടായി. ബാക്കി പലരും തളർന്ന അവശനായി താഴ്വരയിൽ ഇരിക്കുമ്പോൾ സ്തോത്രം, പത്രോസും യാക്കോബും യോഹന്നാനും യേശുവോട് കൂടെ അവർ യാത്ര തിരിച്ചു. ഇന്ന് രാത്രി യേശുവോട് കൂടെ യാത്ര തിരിക്കുന്നവരെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളുടെ മുഖം പ്രകാശിക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ നടത്തത്തിന്റെ സ്പീഡ് കൂടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശു ഒരു വഴികാട്ടിയാണ്. യേശു ഒരു വെളിച്ചമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ് ആ ദൈവം ഒരുക്കുന്ന വഴികളിലൂടെ, ദൈവം ഒരുക്കുന്ന നന്മകളെ പ്രാപിച്ചുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സ്വർഗം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഒരു ദൈവികമായ ഒരു കാഴ്ചപ്പാട് യാക്കോബിനും പത്രോസിനും യോഹന്നാനും ലഭിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അതെന്തറിയാമോ? പത്രോസ് പറയുന്നു, ഹല്ലേലൂയ, അവൻ സ്തോത്രം, പത്രോസ് 2-ാം ലേഖനത്തിൽ തന്നെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചില്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികൾ അത്രേ. ഇന്ന് രാത്രി പലരും കടങ്കഥകൾ പറഞ്ഞ് ചില കഥകൾ നിർമ്മിച്ചുകൊണ്ട് അതും ഇതും പറഞ്ഞിരിക്കുമ്പോൾ പത്രോസ് പ്രാഗൽഭ്യത്തോടെ പറയുകയാ, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ അത്രേ. ഇന്ന് രാത്രിയിൽ ഈ ആരാധനയെ സംബന്ധിക്കുന്ന ദൈവമേ, ഇതുവരെ കാണാത്ത ഒരു അത്ഭുതം, ഇതുവരെ കാണാത്ത ചില ആളുകൾ വിടുതലുകൾ ദർശിച്ച പത്രോസ് പറയുന്നത്, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ അത്രേ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ, ദൈവത്തിന്റെ മഹിമ കാണുവാൻ, ദൈവിക സന്ദർശനം കാണുവാൻ, ദൈവിക വിടുതൽ കാണുവാൻ, ദൈവിക വിടുതൽ കാണുവാൻ എന്റെ ദൈവം നിങ്ങളെ ഹല്ലേലൂയ മാടി വിളിക്കുക. യോഹന്നാനേ, പത്രോസേ, യാക്കോബേ, നീ ഞങ്ങളോടുകൂടെ കയറുക, നീ എന്നോടുകൂടെ കയറുക. ഹല്ലേലൂയ. ലോകത്തിൽ ഹല്ലേലൂയ, ലോകം പോകുന്നത് പോലെയല്ല, മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെയല്ല, മറ്റുള്ളവർ കാണുന്ന പോലെയല്ല. എനിക്ക് നിങ്ങളെ കുറിച്ച് ഹല്ലേലൂയ, സ്തോത്രം, ഒരു അഭിപ്രായമുണ്ട്. എനിക്ക് നിങ്ങളെ കുറിച്ചൊരു മതിപ്പുണ്ട്. നിങ്ങളുടെ സമീപനം, യേശുവോടുകൂടെയുള്ള സ്നേഹം, ആദരവ്, ബഹുമാനം മനസ്സിലാക്കി യേശു പറഞ്ഞു, മറ്റുള്ളവർ അവിടെ ഇരിക്കട്ടെ. യാക്കോബേ, യോഹന്നാനേ, പത്രോസേ, നീ എന്നോടൊപ്പം വാ. ഇന്ന് രാത്രി ചിലരെ വിളിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വിളി കേട്ട് ആരിറങ്ങിച്ചിരിക്കുന്നുവോ അവർ, സ്തോത്രം, ഹല്ലേലൂയ. പത്രോസ് പറയുന്നു, ഞങ്ങൾ ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷികൾ അത്രേ. സാക്ഷികൾ എന്താണ്? സാക്ഷികൾ കണ്ട കാര്യം പറയുന്നവരാണ്. ഇംഗ്ലീഷ് പറയുന്നതാണ് ഐറ്റ്നസ്, അല്ലേ? സാക്ഷികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അവർ കണ്ട കാര്യം മാത്രമേ പറയാവൂ, കാണാത്തത് പറയാൻ പാടില്ല. കണ്ടതും അനുഭവിച്ചതും ആയ കാര്യങ്ങൾ പത്രോസ് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ദൈവത്തിന്റെ മഹിമ കണ്ട, ചിലർ കെട്ടുകഥകൾ പറഞ്ഞ് രസിക്കുമ്പോൾ പത്രോസ് പറയുവാനുള്ളത്, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ അത്രേ. ഇന്ന് ഹല്ലേലൂയ, യേശുവിനോടുകൂടെ മല കയറിയവരാണ്, ദൈവിക തേജസ് കണ്ടവർ. ഹല്ലേലൂയ, ഞങ്ങൾക്കറിയാം, അവൻ ഞങ്ങൾ തൊട്ടതാണ്, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ അനുഭവിച്ചതാണ്. അവൻ ദൈവത്തെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഹല്ലേലൂയ, സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവർ, നന്നായിട്ടറിഞ്ഞവർ, യേശുവായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്ന പത്രോസ്, യാക്കോബ്, അവൻ യോഹന്നാൻ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷികളാ. നിങ്ങൾ പറയുന്നത് പോലെയല്ല, നിങ്ങൾ പറയുന്നത് പോലെയല്ല. യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. സുവിശേഷം അറിയിക്കുവാൻ, സദ്വർത്തമാനങ്ങൾ പറയുവാൻ തക്കവണ്ണം നല്ല സാക്ഷ്യമുള്ളവരായി
പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ദൈവം മാറ്റിയെടുത്തു എന്നാണ്. സ്തോത്രം. അവരെന്താ കണ്ട സാക്ഷ്യം? ആ ഉയർന്ന മലയുടെ മുകളിൽ, സ്തോത്രം, യേശുവിനെ കാണുവാൻ ഹല്ലേലൂയ അവിടെ 2 അതിഥികൾ വന്നു. മല കയറുവാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ, യേശുവിനോട് കൂടെ ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ, ഇതുവരെ കാണാത്ത ചിലരെ കാണുവാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും. നിങ്ങളുടെ വീട് തേടി ചില അതിഥികൾ നിങ്ങളുടെ അടുക്ക വരാൻ പോകുകയാണ്. യേശു ഇരുന്നിടത്ത്, ശിഷ്യന്മാരും യേശുമായി ഇരുന്നിടത്ത് 2 അതിഥികൾ വന്നു. ചില്ലറക്കാരല്ല അവയെ. സ്തോത്രം. മോശയും ഏലിയാവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ഇരുന്നിടത്ത് 2 അതിഥികൾ വന്നു. സാധാരണക്കാരല്ല. നിങ്ങളുടെ വീട്ടിൽ ആമേൻ ഹല്ലേലൂയ ഒരു അതിഥി പോലും വരാറില്ല. ആരും വരാറില്ല. ക്ഷണിച്ചിട്ട് വരുന്നില്ല, ക്ഷണിക്കാതെ വരുന്നില്ല. ബന്ധുക്കളെ ചാർച്ചക്കാർ അവരൊക്കെ ചോദിക്കുകയാണ്, സ്തോത്രം, നിങ്ങൾക്ക് ബന്ധവും സ്വന്തവും ആരും ഇല്ലേ? പത്രോസിനോട് പക്ഷെ ചോദിച്ചിരിക്കാം, യാക്കോബിനോട് ചോദിച്ചിരിക്കാം, യോഹന്നാനോട് ചോദിച്ചിരിക്കാം. അവർ പറയുന്നത്, ദൈവത്തോടു കൂടെ ഞങ്ങൾ നടന്നപ്പോൾ അത് ഞങ്ങളെ തിരക്കി അവൻ 2 പേർ വന്നു. അത് മോശയും ഏലിയാവുമാ. അവൻ യേശുവിനോട് കൂടെ നിങ്ങൾ സഞ്ചരിക്കുവാൻ തയ്യാറാണ് എങ്കിൽ ഈ 2024 നിങ്ങളുടെ ദൂതകൾ കൈമാറുകയാ. 25 നിങ്ങളെ തിരക്കി ചില പട്ടണങ്ങളിൽ നിന്ന് ഹല്ലേലൂയ, ചില സ്തോത്ര ഇടങ്ങളിൽ നിന്ന്, വിദേശത്ത് സ്വദേശത്ത് ഒരുപോലെ ആൾക്കാർ നിങ്ങളെ തിരക്കി വരുന്ന വിസിറ്റേഴ്സ് വരുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ പോകുകയാ. സ്തോത്രം. വാഹനത്തിലും നടന്നും പല രീതിയിലും നിങ്ങളുടെ വീട്ടുകളിൽ അതിഥികൾ വരാൻ പോകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിഥികൾ വെറുതെ വന്നിട്ട് പോയതല്ല, യേശുവോട് കൂടെ സംസാരിച്ചു. പലരും വന്നിട്ട് ഡോർ മുട്ടിയിട്ടൊക്കെ പോകാറുണ്ട്. അവിടെയും ഇവിടെയും ഒന്ന് തിരക്കിയിട്ട് പോകാറുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ ഗിലീപാസ് ആരാണെന്ന് തിരക്കി വരുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ ഗ്രീപാസ് വീട് എവിടെയാണെന്ന് ചോദിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകൾ തിരക്കി വരുന്നവരുണ്ട്. നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ച് ചില പറഞ്ഞു കൊടുക്കുക, അയ്യോ അങ്ങനെ ഒരു പുള്ളി ഇവിടെ ഇല്ല. സ്തോത്രം. അയ്യോ അദ്ദേഹം പാസ്സായോ. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വെച്ചുകൊണ്ട് വിധി പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ മോശയ്ക്കും ഏലിയാവിനും ദൈവത്തെ നന്നായിട്ടറിയാം. സ്തോത്രം. അവർ സാധാരണക്കാരല്ല. ദൈവത്തെ നന്നായി അറിയുന്ന മോശ, അത് ഏലിയാവ്, അവർ യേശുവിനോട് വന്ന് സംസാരിച്ചു. ഹല്ലേലൂയ. നിങ്ങളടുത്ത് സംസാരിക്കയില്ല എന്ന ആരെങ്കിലും പിടിവാശി പിടിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, 2025 അകന്നുപോയ ചില ബന്ധങ്ങളെ സ്വർഗം പുനഃസ്ഥാപിക്കുവാൻ പോകുകയാ. ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാൻ പാടില്ല, ഭർത്താവിന് ഭാര്യയോട് ഇഷ്ടമല്ല, മക്കൾക്ക് അമ്മയപ്പനെ ഇഷ്ടമല്ല, ദേശക്കാർക്ക് ഇഷ്ടമല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തോടു കൂടെ യേശുവിനോട് കൂടെ നീ യാത്ര തിരിക്കുവാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ചില അതിഥികൾ ഇന്നലകളിൽ അടുക്കൽ വരാതെ വണ്ണം, നിങ്ങളെ ബാധിക്കാതെ വണ്ണം കടന്നുപോയ പല വ്യക്തിത്വങ്ങൾ നിങ്ങളെ തേടി വന്നിട്ട് അവർ നിങ്ങളോട് കൂടെ സംസാരിക്കുന്ന ഒരു കാലം ഇതാ അവർ ആഗതമായിരിക്കുക. ഒരു ബന്ധവുമില്ല എന്ന്, എന്നാൽ എല്ലാ ബന്ധങ്ങളും എനിക്കൊരു ബന്ധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ആയിരിക്കുന്നു ഇന്ന് രാത്രി പറ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ദൈവം ചില ബന്ധങ്ങളെ തരുവാൻ പോകുകയാ. എന്റെ ഭവനത്തിൽ ദൈവം ചില അതിഥികളെ കൂട്ടി വരുത്തുവാൻ പോകുകയാ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കണമേ, നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മെ തിരക്കി ചില വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. നിൽപ്പ് യേശുവോട് കൂടെയാണ് എങ്കിൽ, നടപ്പ് യേശുവോട് കൂടെയാണ് എങ്കിൽ എന്നെയും നിങ്ങളെ തിരക്കി ഒരു കൂട്ടം പേർ വരുമെന്ന്. അല്ലയോ ദൈവമേ, നീ എവിടെയാ നിൽക്കുന്നത്? നീ എവിടെയാ ഇരിക്കുന്നത്? യേശുവോട് കൂടെയാണ് നിൽക്കുന്നുവെങ്കിൽ, യേശുവോട് കൂടെയാണ് ഇരിക്കുന്നുവെങ്കിൽ നിങ്ങളെ തിരക്കി ഒരു കൂട്ടം പേര് വരും. അവർ വേറെ ആരുമല്ല, മോശയും ഏലിയാവും. ദേശത്തെ ഉന്നതന്മാർ, മരണം കാണാതെ എടുക്കപ്പെട്ടവൻ, ഹല്ലേലൂയ, ഏറ്റവും വലിയ പ്രവാചകൻ, ഹല്ലേലൂയ,
അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ അത് ചെയ്തവർ, ആമേൻ സ്തോത്രം, സാമ്പത്തികമുള്ളവർ, ആർഭാടമായിരിക്കുന്ന ജീവിതങ്ങൾ അനുഭവിക്കുന്നവർ, പ്രവാചകന്മാർ, വലിയൊരു നേതാക്കന്മാർ പോലും നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളെ തേടിയെത്തുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസം കരങ്ങൾ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ ഒന്നും പറയണ്ട, നിങ്ങൾ കരങ്ങൾ ഉയർത്തിയാൽ മാത്രം മതി. ഒരു ആമ്യം പറഞ്ഞാൽ മാത്രം മതി. സ്തോത്രം. ഒരു ആമ്യം പറഞ്ഞാൽ മാത്രം മതി. സ്തോത്രം, സ്തോത്രം. എന്നോട് ഒരാൾ ചോദിച്ചു, ഗിരിപാസേ നിങ്ങളുടെ സഭയിൽ എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞ 5 പേരുണ്ട്. സ്തോത്രം. അവർക്കതൊരു ഭയങ്കര ക്ഷയമായി തോന്നി. പക്ഷെ എനിക്കത് ക്ഷയമായി തോന്നിയില്ല. കാരണം എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ 2 മക്കൾ, ഞങ്ങൾ 5 പേര്. സ്തോത്രം. അതോടൊപ്പം തന്നെ ഒരുപാട് പേരും വരുമാനസ്ഥർക്ക് ഭാഗ്യനായി. സ്തോത്രം. എന്ന് പറഞ്ഞത് ഈ വരുന്ന എല്ലാവരും വരണമെന്നില്ല, പക്ഷെ സർവശക്തനായ ദൈവം വന്നാൽ മാത്രം മതി. ദൈവത്തോട് നമ്മൾ ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് എങ്കിൽ, ദൈവത്തോട് ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് എങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിലേ ഇത് കളിയല്ല, ഇത് കളിക്കളത്തിലല്ല. ഇത് സ്തോത്രം. നീ ഇരിക്കുന്ന മലയിലാണ്. ഒരു സൂര്യന്റെ ചൂട് ഏറ്റ നീ കരഞ്ഞു പോകും. പാറയുടെ പുറത്താണ് നിൽക്കുന്നത്. കാലിന് പ്രശ്നം, തലയ്ക്ക് പ്രശ്നം, ശരീരത്തിന് പ്രശ്നം, ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ നിൽപ്പ് യേശുവോട് കൂടെയാണ് എങ്കിൽ ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ ഈ 2025 നീ കാണുവാൻ പോകുന്നു, നീ അനുഭവിക്കാൻ പോകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഉറപ്പുള്ള ഒരു ഹല്ലേലൂയ പറ. ഉറങ്ങുന്നവർ ഉറങ്ങട്ടെ, ഉറപ്പുള്ളവർ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. വിടുതൽ പ്രാപിക്കുവാൻ സ്വർഗം ഇടയാക്കട്ടെ. ആമേൻ, ആമേൻ. ഇവിടെ നോക്കണമേ, മോശയും ഏലിയാവും നിസ്സാരക്കാരല്ല, അവർ വലിയ പുള്ളികളാണ്. സ്തോത്രം. സാധാരണക്കാരനായിരിക്കുന്ന പത്രോസ് എന്ന മുക്കുവനെ തേടി, നാറ്റമുള്ളവനെ തേടി, മീൻകുട്ട ചവന്നവന്റെ മീൻ പിടിക്കാൻ പോയ പത്രോസിന്റെ വീട് തേടി ഏലിയാവും മോശയും വന്നെന്ന് എത്ര വിശ്വാസമുണ്ട്? ദൈവത്തോടാണ് നിന്റെ ബന്ധം സ്ഥാപിക്കുകയാണ് എങ്കിൽ, ദൈവത്തോടു കൂടി നടക്കുവാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ, നീ ചറ്റക്കുടിലകത്തായിരിക്കാം, ആഹാരത്തിന് വകയില്ലാത്ത വ്യക്തിയായിരിക്കാം, ഭക്ഷണമില്ലാത്ത വ്യക്തിയായിരിക്കാം, വാഹനമില്ലാത്ത വ്യക്തിയായിരിക്കാം. പക്ഷെ വരുന്ന പുള്ളികൾ സാധാരണക്കാരല്ല, മോശയും ഏലിയാവും. സ്തോത്രം. ഒരു വീടിലേക്ക് ഒരുപാട് യാത്ര. മോശ മരിച്ചവർക്കൊരു അടയാളം. സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവ് ജീവിച്ചിരിക്കുന്ന ഒരു അടയാളം. മരണത്തിന്റെയും ജീവന്റെയും ഇടയിൽ ക്രിസ്തു നിൽക്കുന്ന കാഴ്ച പത്രോസ് കണ്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏലിയാവിന്റെയും മോശയുടെ നടുക്ക് യേശു നിൽക്കുക. അതിനർത്ഥം മരണത്തിന്റെയും ജീവന്റെയും താക്കോൽ കൈവശമുള്ള ഒരുവൻ, അത് സർവശക്തനായ ദൈവമാ. നീ ജീവിക്കണമോ, നീ മരിക്കണമോ, നീ നശിക്കണമോ, നീ അനുഗ്രഹം പ്രാപിക്കണമോ എന്ന് ഹല്ലേലൂയ വിധി പറയുവാൻ കഴിവുള്ള ഒരുവൻ അവിടെ നിൽക്കുക. സ്തോത്രം. ഏലിയാവിന്റെയും മോശയുടെയും നടുവിൽ യേശു നിൽക്കുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വെറുതെ ഇരിക്കയില്ല, പരസ്പരം സംസാരിക്കുക. ഇന്ന് രാത്രി ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. മരണത്തിന്റെയും ജീവന്റെയും ഇടയിൽ നിൽക്കുവാൻ പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഇടയാത്തുന്നു. അവർ അത്ഭുത കാഴ്ച കാണുവാൻ എത്തുന്നു. ഹല്ലേലൂയ. പത്രോസ് ഈ കാഴ്ച കണ്ടിട്ട് പറഞ്ഞു, കർത്താവേ, കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പത്രോസ് ആ കാഴ്ച കണ്ടിട്ട് പറഞ്ഞു, കർത്താവേ,
ആമേൻ, അങ്ങക്ക് സമ്മതമാണ് എങ്കിൽ ഇവിടെ 3 കുടിൽ ഞങ്ങൾ ഉണ്ടാക്കാം. ഹല്ലേലൂയ. 3 കുടിൽ ഞങ്ങൾക്കുണ്ടാക്കാം. ഹല്ലേലൂയ. 3 കൊട്ടാരമല്ല കേട്ടോ, 3 കുടിൽ. ഹല്ലേലൂയ. പത്രോസിനറിയാം അവൻ കൊട്ടാരമായാലും ഒരിക്കലും അത് വിട്ടേ മതിയാകുള്ളൂ. ഇന്ന് രാത്രി ഏത് കൊട്ടാരമായാലും എന്തൊക്കെ പണിത് വെച്ചാലും അത് ഹല്ലേലൂയ മരണം പ്രവേശിച്ചാൽ ഹല്ലേലൂയ അതെല്ലാം വിടേണ്ടതാണ്. സ്തോത്രം. ഒരു മനുഷ്യൻ ഹല്ലേലൂയ അവൻ എന്തൊക്കെ തേടി വെച്ചാലും അവൻ ഒന്നും കൊണ്ടുപോകുകയില്ല എന്ന തിരിച്ചറിവ് പത്രോസ് പറഞ്ഞു. ഞാൻ കുടിൽ കെട്ടട്ടെ എന്ന്. കൊട്ടാരമല്ല, ഞാനും നിങ്ങളുമാണോ എങ്കിൽ കൊട്ടാരം കെട്ടുവാൻ ആഗ്രഹിച്ചേ. ഒരുപക്ഷെ യേശുവിനും മോശയ്ക്കും ഏലിയാവിനും കൊട്ടാരം അല്ലെങ്കിൽ കുടിൽ കെട്ടിയില്ലെങ്കിലും സ്വന്തമായിട്ടെങ്കിലും ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. പക്ഷെ പത്രോസിന് അറിയാം, ഹല്ലേലൂയ, ഈ നശ്വരമായ ഭൂമിയിൽ ഞാൻ എന്തൊക്കെ കെട്ടിപ്പൊക്കി വെച്ചാലും അതെല്ലാം ഒരിക്കൽ ടാറ്റ പറയേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ തിരിച്ചറിവ് ഹല്ലേലൂയ പത്രോസിൽ ഉണ്ടാകുക ഇടയാക്കുന്നത്. സ്തോത്ര. എന്തെന്നറിയാമോ? കുടിൽ അതൊരു താൽക്കാലികമാണ്. ഹല്ലേലൂയ. ഒരു കാറ്റടിച്ചാൽ പെട്ടെന്ന് തകർന്നു പോകുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതൊരു കൂടാരപ്പണിയ പത്രോസേ. ഹല്ലേലൂയ. അവൻ ഏത് ജോലി ചെയ്യുവാനും അവൻ മിടുക്കനാണ്, അവൻ സാമർഥ്യമുള്ളവനാണ്, അവൻ ഉത്സാഹമുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് അവൻ യേശുവിന് വേണ്ടി എന്ത് കാര്യം ചെയ്യുവാനും അവന് ഭയങ്കര ഉത്സാഹമാണ്. ഇന്ന് രാത്രി യേശുവിന് വേണ്ടി അധ്വാനിക്കുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ചില അത്ഭുത കാഴ്ചകൾ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഈ 2025 നിങ്ങളുടെ ജീവിതത്തിൽ പുതുക്കത്തിന്റെയും പ്രത്യാശയുടെയും ആനന്ദത്തിന്റെയും സമാധാനത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശസ്തിയും നിങ്ങളുടെ കുടുംബത്തിലെ നന്മകളും കുടുംബത്തിലെ അനുഗ്രഹങ്ങളും ജനം കാണുന്ന രീതിയിൽ സ്വർഗം മാറ്റിക്കുവാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ നിങ്ങളുമായിരുന്നുവെങ്കിൽ ഞങ്ങൾ പറഞ്ഞേനെ, ഞങ്ങൾ മലകേറി വന്നതാണ്, അല്പം ക്ഷീണമുണ്ട്, അതിനാൽ ആദ്യത്തെ കുടിൽ ഞങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് ഒരുപക്ഷെ ഞാനും നിങ്ങളും പറഞ്ഞത്. പക്ഷെ പത്രോസ് മനസ്സിലാക്കി, ഹല്ലേലൂയ, അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട്, സ്വർഗീയ ശബ്ദം കേട്ട് അല്ല പത്രോസ് പറഞ്ഞ ഇങ്ങനെയാ, അല്ല പ്രകാശമുള്ള ഒരു മേഘം അവിടെ നിലനിട്ടു. അവൻ മേഘത്തിൽ നിന്ന് ഹല്ലേലൂയ ഒരു വാക്ക് കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ചെവി കൊടുപ്പി എന്നൊരു ശബ്ദമുണ്ടായി. ഇന്ന് രാത്രിയിൽ സ്വർഗം ഹല്ലേലൂയ അവയെ ഇടപെടുന്ന ഒരു ഹല്ലേലൂയ മഹനീയമായ ഒരു കാഴ്ച, മഹനീയമായ ശബ്ദം പത്രോസ് കേൾക്കുവാൻ എത്തുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഹല്ലേലൂയ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ചെവി കൊടുപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവ ശബ്ദം കേട്ടപ്പോൾ ശിഷ്യന്മാർ ഏറ്റവും ഭയപ്പെട്ടു. ഓ, അവർ കവിഞ്ഞു വീണു. യേശുവിന്റെ ശിഷ്യന്മാർ സാധാരണക്കാരല്ല കേട്ടോ, അവർ വലിയ സ്തോത്രം ആരോഗ്യമുള്ളവരാണ്. അവർ പോലും കവിട് വീണുപോയി. ദൈവശബ്ദം ഹല്ലേലൂയ അവൻ സ്തോത്രം, ആ ഇടിമുഴക്കം ഹല്ലേലൂയ അവൻ തകർന്ന ഇടിമുഴക്കം പോലെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മുഴങ്ങി കേൾക്കുവാൻ എത്തുന്നു. കടലുമായി നല്ല ബന്ധമുള്ള ഹല്ലേലൂയ അവൻ നല്ല പണിക്കാരായിരിക്കുന്ന ഹല്ലേലൂയ അവർ ശക്തന്മാരാണ്. കടൽ പണി ചെയ്യുന്നവർ ശക്തന്മാരാണ്. അവരെ ഭക്ഷണത്തിന് അവർ പോലും വീണുപോയി. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ ഹല്ലേലൂയ ഭയപ്പെട്ട് അവർ കവിട് വീണുപോയി എന്ന്. അങ്ങനെ ഇന്ന് രാത്രി ഏത് മല്ലനെയും ഏത് ശക്തനെയും ദൈവത്തിന്റെ ശബ്ദത്തിൽ അവൻ നിൽക്കുവാൻ കഴിയത്തില്ല. അവർ കവിട് വീണു എന്ന് ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ. പത്രോസും യാക്കോബും യോഹന്നാനും കവിട് വീണത് യേശുവിന്റെ പാദത്തില ഒരു ആരാധനയായി തീർന്നു. ഇന്ന് രാത്രി ആരാധിക്കുവാൻ തക്കമാണ് നിങ്ങൾ യേശുവിന്റെ പാദപീഠത്തിലേക്ക് വരികയാണ് എങ്കിൽ, കവിട് വീഴുവാൻ തയ്യാറാണ് എങ്കിൽ, ആമേൻ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഭയപ്പാടുകളെ മാറ്റുന്ന ഒരു രാത്രിയായി മാറുവാൻ പോകുകയാ. യേശു അവിടെ അടുക്കൽ വന്നു, അവരെ തൊട്ടു. അത് എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 17:7 വായിച്ചാട്ടെ. സ്തോത്രം. ഈ മഹനീയമായ കാഴ്ച കണ്ട് ഭയന്ന് നിൽക്കുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ടു എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഈ കാഴ്ച കണ്ട് ഭയപ്പെട്ട് കിടക്കുന്നവർ, എഴുന്നേൽക്കാൻ പറ്റ കിടന്നുപോയവർ, കാരണം ഇതുവരെ കാണാത്ത അസാധാരണമായ ഒരു കാഴ്ച
2024 അവസാന സമയമായിരിക്കുന്ന ഈ സമയത്ത് ആരൊക്കെ എവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ട്? എഴുന്നേൽക്കുവാൻ പറ്റാതെ ഭയപ്പെട്ട് കിടക്കുന്ന ചില വ്യക്തിത്വങ്ങളെ സ്വർഗം പറയുന്നു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. മാനുഷിക ഭയത്തെ ദൈവം പുറത്താക്കി കളഞ്ഞു. ശിഷ്യന്മാർ തലപൊക്കി നോക്കുക. അവർ യേശുവിനെ മാത്രമേ കണ്ടുള്ളൂ, പ്രശ്നത്തെ കണ്ടില്ല. ഹല്ലേലൂയ. ശിഷ്യന്മാർ ഭയപ്പെട്ട് കപട വീണ് കിടന്നിട്ട് നോക്കുമ്പോൾ ഏലിയാവിനെ കാണാനില്ല, മോശയെ കാണാനില്ല, മറ്റാരെ കാണാൻ കഴിഞ്ഞില്ല. യേശുവിനെ കണ്ടു, കൺകുളിർക്കെ കണ്ടു. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നിങ്ങളുടെ കണ്ണുകളിൽ അവ കാണുന്ന കാഴ്ചകളെ മാറ്റിയിട്ട് യേശുവിനെ ഹല്ലേലൂയ നിങ്ങൾ കാണുവാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ കണ്ണുകൊണ്ട് യേശുവിനെ കാണുവാൻ തയ്യാറാണെങ്കിൽ, ഹൃദയം കൊണ്ട് യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാ പറയുക, ഈ 2024 അവസാന വേളകളിൽ, അവസാന ഞായറാഴ്ചയിൽ മഹിമ കണ്ട സാക്ഷിയായി സ്വർഗ്ഗത്തിൽ മാറ്റുവാൻ പോകുക. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. യേശു എല്ലായിടത്തും എല്ലായ്പ്പോഴും നമ്മളോടൊപ്പം സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശു, നമ്മെ വിട്ടു പോകാത്തൊരു യേശു. ഹല്ലേലൂയ. ഏത് ദുഃഖങ്ങൾ വരുമ്പോഴും, പ്രതിസന്ധികൾ വരുമ്പോഴും, കഷ്ടതകൾ വരുമ്പോഴും, രോഗങ്ങൾ വരുമ്പോഴും നമ്മെ വിട്ടു മാറി പോകാതെ നിൽക്കുന്ന യേശു. ഹല്ലേലൂയ. ഒരു നാളും കൈവിടാത്തൊരു യേശു, വാക്ക് പറയാൻ മാറാത്തൊരു ദൈവം. ഇന്ന് രാത്രി ആ ദൈവം നിങ്ങൾ വിളിക്കുക, മകനെ മകളെ, ഹല്ലേലൂയ നീ എന്നോടൊപ്പം മല കയറുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. സ്തോത്ര. യേശു വിളിച്ചപ്പോൾ അവൻ ഉത്സാഹത്തോടെ, അവൻ സാഹചര്യങ്ങൾ അവർക്ക് പ്രതികൂലമായിരുന്നു, പക്ഷേ അവൻ യേശുവിന്റെ വിളി ആ സാഹചര്യങ്ങളെ മറികടന്ന്, ആ പ്രശ്നങ്ങളെ മറികടന്ന് ആ മല കയറുവാൻ അവരെ പ്രാപ്തനാക്കിയതുപോലെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ചില അവയെ സ്തോത്രം മലയ്ക്ക് സമമായി നിൽക്കുന്ന ചില വിഷയത്തെ മറികടക്കുവാൻ തക്കവണ്ണം കടഭാരമെന്ന മലയെ, അവ രോഗമെന്ന മലയെ, ക്ഷീണമെന്ന മലയെ ഹല്ലേലൂയ ഇന്ന് രാത്രി ഹല്ലേലൂയ മറികടക്കുവാൻ സ്വർഗ്ഗം നിങ്ങളെ വിളിക്കുക. എത്ര പേർക്ക് യേശുവിന് ആവശ്യമുണ്ട്? എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശത്രു കൊണ്ടുപോയത്, നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ദൈവം തിരികെ തരുവാൻ പോകുക. ഇന്ന് രാത്രി ഹല്ലേലൂയ ശത്രു കവർന്നു കൊണ്ടുപോയത്, നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്നെ ദൈവം തിരികെ തരുവാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവം എന്നെ അമ്മയുടെ ഉദരത്തിന് മുമ്പേ ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവം വിളിച്ചത്, നമ്മെ ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം വിളിച്ചിരിക്കുക. പ്രഭാതം മുതൽ ആമേൻ പ്രഘോഷം വരെ ദൈവം തന്റെ ജനത്തെ വിളിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. തന്റെ വേല ചെയ്യുവാൻ സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരികെ രക്ഷ പ്രാപിച്ചുകൊള്ളുവേ. ദൈവത്തിന്റെ സാക്ഷിയാകുവാൻ ദൈവം ചിരിക്കുന്ന ഒരു വിശുദ്ധ വിളി, ഒരു വിശുദ്ധ പർവ്വതത്തിലേക്കുള്ള ഒരു വിളി ഹല്ലേലൂയ ഇന്ന് രാത്രി അവർ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി, ദൈവികമായ വിളിയിലേക്ക് വേണ്ടി ഈ ശബ്ദത്തെ തിരിച്ചറിയുക. ഇന്ന് രാത്രി ഈ ശബ്ദത്തെ തിരിച്ചറിയുക. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ ശബ്ദം കേട്ടിട്ട് നിനക്ക് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും അവയെ പ്രശ്നം ഹല്ലേലൂയ ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരുവാനിടയാ തീരുമാനം. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ കാരണം ഹല്ലേലൂയ അവയെ സ്തോത്രം ആർത്തട്ടകസിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അവൻ ദൈവം അവൻ വിളിച്ചത് ഹല്ലേലൂയ ഒരു ദൈവവേലയുടെ വിളി നിന്റെ മേലുണ്ട്. ഒരു സദ്വർമ്മത്താരമായി ഘോഷിക്കുവാനുള്ള ഒരു വിളി നിന്റെ മേലുണ്ട്. Praise the Lord. ഈ 2024 ഈ ശക്തിയെ പുതുക്കുവാൻ തക്കവണ്ണം നീ തയ്യാറാണോ? അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ പോകുക, നിന്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുവാൻ പോകുക. അല്ലയോ പത്രോസേ, യാക്കോബേ, യോഹന്നാനേ, താഴ്വരയിൽ കിടന്ന ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വിളി കേട്ട പുതിയ ശക്തിയോടുകൂടി എഴുന്നേറ്റുകൊണ്ട് ഹല്ലേലൂയ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങളെ ഹല്ലേലൂയ തരണം ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ഹല്ലേലൂയ നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പത്തെ ഇന്ന് രാത്രി തിരിച്ചറിയുക. അവൻ ശത്രുവിന്റെ വലിപ്പത്തെയല്ല, ദൈവശക്തിയുടെ ദൈവ സാന്നിധ്യത്തിന്റെ ഹല്ലേലൂയ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശത്രു എത്ര വർദ്ധിച്ചാലും
ശത്രു നിന്റെ മുമ്പിൽ കീഴടങ്ങുവാൻ പോകുകയാ. നിന്റെ പേരുള്ള വിളി ശക്തമാണ്. നിന്റെ പേരുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തി അത് ഏറ്റവും ഉന്നതമാണ്. ഹല്ലേലൂയ അത് ശത്രുവിനെ കീഴടക്കുവാൻ പോകുകയാ. പ്രതിസന്ധിയെ കീഴടക്കുവാൻ പോകുകയാ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഉന്നതമായ മല കയറി ഹല്ലേലൂയ ഏറ്റവും പൊക്കമുള്ള മല യാത്ര വളരെ ക്ലേശം നിറഞ്ഞത്. പക്ഷേ ആ മലയുടെ മുകളിൽ എത്തിയപ്പോൾ പത്രോസ് യാക്കോബ് യോഹന്നാൻ പറഞ്ഞു, ഇത് വിശുദ്ധ പർവ്വതമോ. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ. എല്ലാ